നമസ്കാരം. ദേശീയ തലത്തിൽ ഒരു മൂന്നാം മുന്നണി രൂപപ്പെടുകയാണ്. എം.കെ. സ്റ്റാലിനാണ് അതിൻ്റെ എല്ലാ പിന്നണിയിലും നിന്ന് പ്രവർത്തിക്കുന്നത്. എം.കെ. സ്റ്റാലിൻ, അരവിന്ദ് കെജ്രിവാൾ, മമതാ ബാനർജി, അഖിലേഷ് യാദവ് ഇവർ 4 പേരുടെ യോഗം, രഹസ്യയോഗവും പരസ്യയോഗവും ആൾറെഡി ചേർന്ന് കഴിഞ്ഞു. ഒരു മൂന്നാം ബദൽ ഇവർ ചിന്തിക്കുകയാണ്. ഈ മൂന്നാം ബദലിനും സാധ്യതയില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം തമിഴ്നാടിൽ വിജയ് വന്നുവെങ്കിലും DMK നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല. ആം ആദ്മി പാർട്ടി ഡൽഹിയിലുമുണ്ട്, പഞ്ചാബിലുണ്ട്, ഹരിയാനയിലുണ്ട്, പഞ്ചാബിൽ ഭരണത്തിൽ തന്നെയുണ്ട്. മമതാ ബാനർജിയെ നമുക്ക് എഴുതിത്തള്ളാൻ കഴിയത്തില്ല. അവർ പിന്നെ ഇതിനിടയിൽ മമതാ ബാനർജി കോൺഗ്രസിൽ ലയിക്കും എന്നൊരു വാർത്തയും കേൾക്കുന്നു. ഇനിയിപ്പോൾ BJP എതിർക്കണമെങ്കിൽ കോൺഗ്രസുമായി ലയിച്ച് പോകണം എന്നൊരു ചിന്തയും കേൾക്കുന്നു. പക്ഷേ ഈ മൂന്നാം മുന്നണിക്കാണ് വലിയ സാധ്യതയായി കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അഖിലേഷ് യാദവിനെ കൂടെ പിടിച്ചാൽ UPയുടെ കഥയും കൂടെ കിട്ടും എന്നുള്ള തോന്നലാണ്. അങ്ങനെ മൂന്നാം മുന്നണി ഉണ്ടാക്കിയ ശേഷം പിന്നെ ബാക്കിയുള്ള ആൾ ചന്ദ്രബാബു നായിഡു, പിന്നെ NDAയിലും UPയിലും ഒക്കെ നിൽക്കുന്ന, UPയിലെ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന ബാക്കി കക്ഷികളെ പിടിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇന്ത്യ മുന്നണിയെ ഒന്ന് ക്ഷീണിപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട. കാരണം തമിഴ്നാട്ടിൽ കോൺഗ്രസ് വലിയൊരു ചതിയാണ് DMKയോടും സ്റ്റാലിനോടും ചെയ്തതെന്നുള്ള ഒരു ഫീല് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും തമിഴ്നാട്ടിൽ ഇനി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ പുതിയ പാർട്ടി വരികയാണ്, പുതിയ മുന്നണിയാണ് വരുന്നത്. പുതിയ പാർട്ടിയല്ല, പുതിയ മുന്നണി. ഇനി എന്ത് പേരിടുമെന്നറിയില്ല. അത്തരത്തിലുള്ള ചലനങ്ങൾ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ BJPയെ എതിർക്കുന്നതിൽ 2 കക്ഷികളായി നിൽക്കാനാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അവർ 2 കക്ഷികളും കൂടി ഭാവിയിൽ മുന്നണി ഒന്നിച്ച് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമെന്ന് നമുക്കറിയത്തില്ല. കാരണം 29 വരെ സമയമുണ്ട്, 26 ആയിട്ടേ ഉള്ളൂ. ഇനി 3 വർഷം സമയം കിടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഇന്ത്യ മുന്നണിയുമായി ടൈപ്പായി മത്സരിക്കുമോ അതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും 2 മുന്നണി ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ ആയാൽ പക്ഷേ അത് BJPക്ക് ഗുണകരമായി വരാനാണ് സാധ്യത. കാരണം ഒരു മുന്നണിയായി നിൽക്കുമ്പോൾ തന്നെ വലിയ തടസ്സമുള്ളപ്പോൾ പിന്നെ 2 മുന്നണി ആയാൽ എങ്ങനെയാണ്? പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ 2 പോളിലേക്ക് പോകും. അങ്ങനെ കോൺഗ്രസ് ഒരു പോളിലേക്ക് പോകും. ബാക്കിയുള്ള ഇപ്പോൾ സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഡൽഹി, പഞ്ചാബ്, പിന്നെ പശ്ചിമ ബംഗാൾ, ഈ സ്ഥലങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളാണ്. ഒരുപാട് MP-മാരൊക്കെ ഉള്ള സ്റ്റേറ്റുകളാണ്. അപ്പോൾ അവിടെയൊക്കെ 3 ഗ്രൂപ്പായി നിന്നാൽ എങ്ങനെ ഇരിക്കുമെന്നറിയില്ല. അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പഞ്ചാബിൽ ആം ആദ്മി വീണ്ടും MP പിടിക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഡൽഹിയിൽ MP സ്ഥാനം പിടിക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. തമിഴ്നാട്ടിൽ MP സ്ഥാനം സ്റ്റാലിൻ്റെ ടീം പിടിക്കുമല്ലെന്ന് നമുക്ക് പറയാനാവില്ല. മമതാ ബാനർജിന് MP സ്ഥാനം പിടിക്കുമല്ലെന്ന് ഇപ്പോൾ പറയാനില്ല. സ്റ്റേറ്റ് പോയി, പക്ഷേ MP സ്ഥാനം പിടിച്ചുകൂടാന്നില്ല. അങ്ങനെ ഒരു നല്ലൊരു N ബ്ലോക്ക് 10-100 MP-മാരെ അല്ലെങ്കിൽ 10-60 MP-മാരെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ ദർ ആൾസോ ബിഗ് ഗ്രൂപ്പ്, അവരൊരു വലിയ ഗ്രൂപ്പാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പം പിന്നെ ഇന്ത്യ മുന്നണിയായിട്ട് ചേർന്ന് ഭരിക്കുമോ, BJP മുന്നണിയായിട്ട് പോകുമോ? അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അലകും പിടിയും മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ രസകരമാണ് ഇന്ത്യയുടെ കാര്യങ്ങൾ. മൂന്നാമതൊരു മുന്നണി തന്നെ വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയമായി നടക്കുന്ന ചർച്ച. ഇതിൽ എങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യുക എന്ന് നമുക്ക് നന്നായിട്ട് അറിയില്ല. പക്ഷേ വരുന്ന ഡെവലപ്മെൻറ്റ് എന്തായാലും സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൂടി സ്റ്റാലിൻ കണ്ണുവെക്കുന്നുണ്ട്. നേരത്തെ സ്റ്റാലിൻ അങ്ങനെ കണ്ണുവെച്ചതാണ്. മമതാ ബാനർജിയും ദേശീയ തലത്തിൽ ഒരു വലിയ നേതാവായി വളർന്നു വരാനുള്ള സാധ്യതയിലേക്ക് മമതാ ബാനർജി നോക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളും ഇതേ നോട്ടം നോക്കുന്നുണ്ട്. അപ്പോൾ 3 പേരും വളരെ കൃത്യമായി ഡൽഹിയിലേക്ക് കണ്ണ് വച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡൽഹിയിലേക്ക് വച്ചിരിക്കുന്ന കണ്ണ് കൃത്യമായി നടക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായൊരു മൂന്നാം മുന്നണി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുകയാണ്. ഇത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുക എന്നറിയില്ല. പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഈ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മൂന്നാമതൊരു മുന്നണി കൂടി വന്നാൽ ഇന്ത്യയിൽ എങ്ങനെ പോകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും വളരെ ഗുരുതരമായ ഒരുപാട് ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാം കാത്തിരുന്നു കാണാം.